ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും ഈദൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്നെടുത്ത വീഡിയോ കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ നമ്മളടുത്തൊരു ലുലു എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ലുലുവിലെത്തി. ഇനി ഇവിടുന്ന് വേണ്ട കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അധികം വീടെടുക്കാൻ നിന്നിട്ടില്ല, കാരണം സാധനം വാങ്ങുന്ന ഒരു തിരക്കെല്ലാം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവിടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ലുലുന്ന് വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്ക് പെരുന്നാൾക്ക് ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ മസാല പരക്കി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കേട്ടോ ആക്കാൻ വിചാരിക്കുന്നത്, പൊരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ നാളെ ഇതിൻ്റെയൊക്കെ പണി കഴിയുമല്ലോ, അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് തലേന്ന് തന്നെ ചിക്കനൊക്കെ ചിക്കൻ്റെതും പിന്നെ ബിരിയാണീൻ്റെതും. ഇപ്പോൾ ഇത് ബിരിയാണീൻ്റെതാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചില്ലിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒന്നും റെസിപ്പി കാണിക്കുന്നില്ല. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ബിരിയാണി വെക്കാനും ചില്ലി ആക്കാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ ആകും റെസിപ്പിയൊക്കെ കാണിക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചില്ലിയിലേക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ചിക്കനൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഡെസേർട്ടായിട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കസ്റ്റേർഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കേട്ടോ. അത് തന്നെ ആക്കാൻ എനിക്ക് ഫ്രൂട്ട്സൊക്കെ കസ്റ്റേർഡിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ ഞാനിവിടെ കസ്റ്റേർഡ് റെഡിയാക്കുമ്പോഴേക്ക് അത് തന്നെയൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റേർഡിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്യില്ല കേട്ടോ. കസ്റ്റേർഡ് വേറെയോ ഫ്രൂട്ട്സ് വേറെ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാം. എന്നുവെച്ചാൽ കസ്റ്റേർഡിൽ ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് രാവിലത്തേക്ക് കസ്റ്റേർഡ് എടുക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് കസ്റ്റേർഡ് വെള്ളം പോലെ ആവും. അതുകൊണ്ട് ഞാൻ കസ്റ്റേർഡ് വേറെയും ഫ്രൂട്ട്സ് വേറെ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ടത് സെർവ് ചെയ്യുന്ന സമയം അത് രണ്ടും കൂടി മിക്സ് ചെയ്യല കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി പിന്നെ അത്രയും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 5:30 മണിയാകുമ്പോൾ എണീച്ചിട്ടുണ്ട്. ഇവിടെ 6:22 കേട്ടോ പെരുന്നാൾ നിസ്കാരം. അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ചായ റെഡിയാക്കലാണ്. ഹസ്ബൻഡ് എണീച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് റെഡി ആവലാണ്. അപ്പോഴേക്കും ചായ റെഡിയാക്കിയെടുക്കാം. ചായ റെഡി ആകുമ്പോഴേക്കും ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ രാവിലെ നെയ്പ്പത്തിലും ബീഫ് കറിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ ഇവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നെയ്പ്പത്തലിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ തലേന്നേ പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കപ്പിലേക്ക് മാറ്റിയിട്ട് ഹസ്ബൻഡിന് കൊടുക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് തന്നെയൊക്കെ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. അങ്ങനെ കറിയൊക്കെ അവിടെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ നെയ്പ്പത്തലിൻ്റെ അരിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്പ്പത്തൽ ചുട്ടെടുക്കുക. നെയ്പ്പത്തൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെയ്പ്പത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡൊക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വിളമ്പലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കല കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ പൊരിയുന്നുണ്ട്. ഇവിടെ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ ചില്ലി ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഹറിബറി കേട്ടോ. ഇത് മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചോറ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ഫുൾ ഹറിബറി ആയിപ്പോയി, അതാണ്. പിന്നെ ഇവിടെ കച്ചമ്പറൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിട്ടെടുക്കാം. അങ്ങനെ ചോറ് ദമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് കസ്റ്റേർഡ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചു. പറട്ടിയിൽ ഫ്രൂട്ട്സ് വേറെ കസ്റ്റേർഡ് വേറെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റേർഡൊക്കെ മിക്സാക്കി എടുക്കുന്നുണ്ട്. മാഷാല്ല കസ്റ്റേർഡിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയത് കേട്ടോ. നല്ല തിക്കിൽ. ഇവിടെ അർദാനിയൊക്കെ ഇങ്ങനെ ഇഷ്ടം, ലൂസിൽ കസ്റ്റേർഡ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. പക്ഷേ ലൂസിലും ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ കസ്റ്റേർഡൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇവിടെ നെയ്ബറിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോകലാട്ടോ. കുറച്ചപ്പുറം തന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് പോകലാണ്.
വരുന്നുണ്ട്. കൈ മാറ്റേ ഇത് കണ്ണടിയില്ലേ? അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നത് ഫുഡൊക്കെ കഴിക്കലാട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാ. പിന്നെ രാത്രി ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നല്ല നല്ല പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും കാണാം. ബൈ.